പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാളെ CPM മന്ത്രിയാക്കുന്നത് ആദ്യം. വകുപ്പുകളിലും മാറ്റം. ദേവസ്വം VN വാസവന്, MB രാജേഷിന് പാർലമെന്ററി കാര്യം. നെറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ രാജ്യത്തെ പ്രവേശന പരീക്ഷാ നടത്തിപ്പിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ABVPയും. വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്ന് DYFI. നീറ്റ് പരീക്ഷാ ചോദ്യങ്ങൾ ചോർന്നു കിട്ടിയെന്ന് ബീഹാറിൽ വിദ്യാർത്ഥികളുടെ മൊഴി. 4 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ. കേരളീയത്തിനും നവകേരള സദസ്സിനും പണം ധൂർത്തടിച്ചെന്ന് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ വാങ്ങിയ വീട്ടമ്മമാരുടെ ചിത്രം സർക്കാരിന്റെ പരസ്യത്തിനായി ഉപയോഗിച്ചതിനും വിമർശനം. 1 ഗഡു ഈ മാസം നൽകുമെന്ന് ധനമന്ത്രി. വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുഖ്യമന്ത്രിക്കെതിരായ K. സുധാകരന്റെ അവൻ പരാമർശത്തെ തള്ളിപ്പറഞ്ഞ് VD സതീശൻ. സുധാകരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയ ഭരണപക്ഷത്തിന് പിണറായിയുടെ പ്രയോഗങ്ങളെ പരിഹസിച്ച് സതീശന്റെ മറുപടി. പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. K. മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന KPCC യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തൃശൂരിലെ തോൽവി പഠിക്കുന്ന KPCC കമ്മീഷൻ മുരളിയുമായി കൂടിക്കാഴ്ച നടത്തി. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. ഫുൾ A+ കിട്ടിയവർക്ക് പോലും സീറ്റ് കിട്ടാത്തതിൽ പ്രക്ഷോഭവുമായി KSU-MSF. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. ഓഫീസ് പൂട്ടിയിടാൻ സമരക്കാരുടെ ശ്രമം. സർക്കാരിന് കോടതികളോട് ബഹുമാനമില്ലെന്ന് ഹൈക്കോടതി. കേസുകൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതിന് വിമർശനം. സർക്കാരിന്റെ കുഴപ്പം കൊണ്ട് സമയം നീട്ടി നൽകേണ്ടി വരുന്നെന്ന് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ്. ബംഗാൾ രാജ്ഭവനിൽ സുരക്ഷാ ഭീഷണിയെന്ന് ഗവർണർ. കാവലിലുള്ള പോലീസുകാരെ പിൻവലിക്കണമെന്ന് CV ആനന്ദബോസ്. ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാനാവില്ലെന്നും ഗവർണർ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ വിഷമദ്യ ദുരന്തത്തിൽ മരണം 38ആയി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേർ കസ്റ്റഡിയിൽ. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ കൂടുതൽ പേർക്ക് ഛർദിയും വയറിളക്കവും. ഒരിക്കൽ വന്നവർക്ക് പോലും വീണ്ടും രോഗബാധ. കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നിട്ടില്ലെന്ന് DMO. ആശങ്കയിലെന്ന് താമസക്കാർ. CPMന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. K. രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA ആയ OR കേളുവായിരിക്കും മന്ത്രിസഭയിലേക്ക് എത്തുക. ആദ്യമായാണ് ഒരു പട്ടിക വർഗ വിഭാഗക്കാരനെ CPM മന്ത്രിയാക്കുന്നത്. കേളുവിന് കിട്ടാൻ പോകുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പായിരിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്. പാർലമെന്ററി കാര്യ വകുപ്പ് MB രാജേഷിന് നൽകും. VN വാസവനായിരിക്കും ദേവസ്വം വകുപ്പിന്റെ പുതിയ ചുമതല. ഏൽപ്പിച്ച ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് OR കേളുവിന്റെ പ്രതികരണം. ആദ്യം അത് കേൾക്കാം. അതെ, പാർട്ടി തീരുമാനം എടുത്തു. സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ പാർട്ടി തീരുമാനം ഗവൺമെൻറ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യമുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട്.
കുറച്ചുകാട് CPM-ന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് അത് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ കെ രാധാകൃഷ്ണനെ പകരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നു? അല്ല, നമ്മുടെ കേദാരാഷ്ട്രനായാലും ബാലേട്ടനായാലും LDF-ന്റെ ഒരു നയമാണല്ലോ, അല്ലെങ്കിൽ പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് തന്നെ. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ 2 വിഭാഗത്തിൻ്റെ കൈകാര്യം ചെയ്യും. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം. അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കെ രാധാകൃഷ്ണൻ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF ഗവൺമെൻറ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. അത് വയനാട്ടിൽ ഇപ്പോൾ MLA എന്ന നിലക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഫണ്ട് തന്നെ ഞാൻ 2 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പിണറായി മന്ത്രിസഭയിൽ അംഗമാകാൻ പോവുകയാണ്. OR കേളുവിനെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിയായി തീരുമാനിച്ചത്. സംസ്ഥാന സമിതിയുടെ അംഗീകാരം ഇതിന് കിട്ടി. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി VV അരുൺ ചേരുകയാണ് AKD സെന്ററിന്റെ മുന്നിൽ നിന്ന്. അരുൺ, ദളിത് പ്രാതിനിധ്യം വേറെയും ഉണ്ടായിരുന്നു CPM MLA-മാരിൽ. പക്ഷേ എന്തുകൊണ്ട് OR കേളുവിലേക്ക് ഈ പേരെത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നേരത്തെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ആദ്യ പരിഗണന കിട്ടിയിരുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരാൾക്കായിരിക്കും. ഇത്തവണ പക്ഷേ വ്യത്യസ്തമായ ഒരു തീരുമാനം വന്നത് ഈ സംസ്ഥാന സമിതിയിലുള്ള ആൾ എന്ന രീതിയിൽ മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും പരിഗണന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രധാന പരിഗണന അതുതന്നെയാകും. കാരണം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. ദളിത് വിഭാഗത്തിലുള്ള മറ്റ് MLA-മാരെല്ലാം താരതമ്യേന പാർട്ടിയിൽ ജൂനിയറാണ്. അതുപോലെ നിയമസഭയിലും ജൂനിയറായിട്ടുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പ്രമുഖ പരിഗണന ഇത്തരത്തിൽ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ വരട്ടെ എന്നുള്ള തീരുമാനമാണ്. അതുതന്നെയാകാം OR കേളുവിന് വഴി തുറന്നത്. മാത്രമല്ല, അദ്ദേഹം 2ാം തവണ മാനന്തവാടിയിൽ നിന്ന് തുടർച്ചയായ 2ാം തവണ MLA ആകുന്ന ആളാണ്. ജനപ്രതിനിധി 2005 മുതൽ അദ്ദേഹം പഞ്ചായത്ത് അംഗം മുതൽ ആ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അങ്ങനെ ആ ഒരു പരിഗണന തന്നെയാകാം പ്രധാനമായും OR കേളുവിന് ഈ അവസരം ഉണ്ടായിക്കൊടുത്തത്. മാത്രമല്ല, മറ്റു പല പേരുകൾ പരിഗണനയുള്ളതും അത്ര എളുപ്പം ഏകാഭിപ്രായത്തോട് കൊണ്ടുവരാനുള്ള പേരുകളായിരുന്നില്ല CPM-ന്റെ പരിഗണനയുള്ളത്. ഓരോ നേതാക്കളുടെ, ഓരോ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നേരത്തെ വരുന്ന പല പേരുകളും. പക്ഷേ OR കേളു വരുമ്പോൾ കൃത്യമായി തന്നെ ഈ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് യോഗ്യതയുള്ള ആളെന്ന് CPM വിലയിരുത്തുന്നു. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. ആദിവാസി അധികാര രാഷ്ട്രീയ മഞ്ചിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ K രാധാകൃഷ്ണനുമാണ്. അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അത്തരത്തിൽ ആ വകുപ്പുമായി ഏറെ ബന്ധമുള്ള, ആ വിഭാഗവുമായി ഏറെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന നേതാവിനെ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് OR കേളുവിന്റെ വരവ് എളുപ്പമാക്കിയത്. മറ്റു പരിഗണനകളെല്ലാം CPM മാറ്റിവെച്ചു. മറ്റ് ചില ആളുകളുടെ ആഗ്രഹങ്ങളും അത്തരം നീക്കങ്ങളും ഒക്കെ CPM തള്ളിക്കളഞ്ഞു. പൊതുവെ ഇക്കാര്യത്തിൽ CPM-ന് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാമില്ലേ അരുൺ? കാരണം സംസ്ഥാന സമിതിയിലുള്ള ആൾ എന്ന നിലയിൽ അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യം. പക്ഷേ ഈ വകുപ്പുകൾ നോക്കുമ്പോൾ നേരത്തെ K രാധാകൃഷ്ണന് ഒന്നിലേറെ വകുപ്പുകൾ ഉണ്ടായിരുന്നു. ദേവസ്വത്തിന് ചുമതല അദ്ദേഹത്തിനായിരുന്നു, പാർലമെന്ററി കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പുതിയതായിട്ട് മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരാൾ എന്ന രീതിയിൽ കേളുവിന് നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനം ആയിരുന്നില്ലേ? അതാണല്ലോ കേളുവും സൂചിപ്പിച്ചത്. തുടക്കക്കാരൻ എന്ന നിലയിൽ വലിയ വകുപ്പുകൾ തന്നിലേക്ക് വന്നില്ല, അതൊരു
തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. OR കേളുവിനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോഴും വകുപ്പുകൾ അതേപടി K. രാധാകൃഷ്ണനോട് നൽകിയ വകുപ്പുകൾ അതേപടി നൽകാനുള്ള സാധ്യതയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി കാര്യമാണ്. പാർലമെന്റ് നിയമസഭയിൽ അത്തരത്തിൽ വലിയ അംഗബലത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ നടപടികളൊക്കെ സുഗമമായി നടന്നുപോയെങ്കിലും പ്രതിപക്ഷവുമായൊക്കെ തർക്കമുണ്ടാകുമ്പോൾ അവരുമായി സമവായത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന ഒരു പരിഗണന, ഒരു മുതിർന്ന നേതാവ് എന്ന പരിഗണന, സഭാ നടപടികളെ പറ്റി അത്രയധികം അവഗാഹമുള്ള നേതാവ് എന്ന പരിഗണനയൊക്കെ പലപ്പോഴും പാർലമെന്ററി കാര്യ മന്ത്രിസ്ഥാനം നോക്കുമ്പോൾ CPM പരിഗണിക്കാറുണ്ട്. K. രാധാകൃഷ്ണൻ വരുമ്പോൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 2006 നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. 96 നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. അന്ന് മന്ത്രിയായി, പിന്നീട് 2006 സ്പീക്കറായി സഭയിലെത്തിയ ആളാണ്. അത്രയധികം പരിചയം സഭാ നടപടികളുമായി ഉള്ള ആളാണ് K. രാധാകൃഷ്ണൻ. മൃദു സ്വഭാവമുള്ള എല്ലാവരും ചേർന്ന് പോകുന്ന നേതാവാണ്. അങ്ങനെയൊക്കെ പരിഗണന ഉണ്ടായിരുന്നു. ഇപ്പോൾ MP രാജേഷിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ സഭാ നടപടികളുള്ള അപകടം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം മുൻ സ്പീക്കറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എപ്പോഴും പാർലമെന്ററി കാര്യ മന്ത്രി എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ദേവസ്വം വകുപ്പും K. രാധാകൃഷ്ണന്റെ അതും എടുത്തു മാറ്റുന്നത്. മറ്റു ചില നീക്കങ്ങൾ കൂടി അതിന്റെ ഭാഗമായുണ്ട്, ലക്ഷ്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായുണ്ട്. K. രാധാകൃഷ്ണൻ പിൻഗാമിയായി VN വാസവൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാമുദായികമായ ചില സന്തുലനങ്ങൾ CPM അവിടെ പാലിക്കുന്നു. പ്രത്യേകിച്ചും ഈഴവ വിഭാഗം CPM നകന്നുപോയി ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ഒന്നുകൂടി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാം. VN വാസവന്റെ ഒരു സൗമ്യ മുഖം, എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന നേതാവ്, വിശ്വാസികൾക്കും ഒക്കെ അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു മുഖമെന്ന കോട്ടയത്ത് നിന്നുള്ള നേതാവ്. സാധാരണ CPM നേതാക്കളുടെ ഷാഠ്യമോ അത്തരം ചില നേതാക്കൾക്ക് ധാർഷ്ട്യം ആരോപിക്കും. അതൊന്നും പെരുമാറ്റത്തിന് മുഖത്തും ഇല്ലാത്ത നേതാവാണ് VN വാസവൻ. അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വാസികളുടെ കൂടി വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രി, വേഗത്തിൽ നേടിയെടുക്കാവുന്ന മന്ത്രി എന്ന ഒരു പരിഗണന CPM നൽകിയേക്കാം. അതുകൊണ്ട് കൂടിയാണ് VN വാസവന് വരുന്നത്. മാത്രമല്ല VN വാസവന് കഴിഞ്ഞ മന്ത്രിസഭയിലെ മാറ്റങ്ങളുടെ സമയത്തും VN വാസവന് പ്രത്യേക പരിഗണന. തുറമുഖ വകുപ്പ് അഹമ്മദ് ദേവർഗോവിൽ നിന്ന് മാറ്റി പുതിയ മന്ത്രി അവിടേക്ക് വരുമ്പോൾ, അവിടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി വരുമ്പോൾ അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകാൻ പകരം അന്നും VN വാസവനെയാണ് CPM പരിഗണിച്ചപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് തന്നെ അക്കാര്യം എന്തുകൊണ്ട് ഇത്രയധികം പരിഗണന കിട്ടുന്നു, മുഖ്യമന്ത്രിക്ക് പ്രത്യേക സ്നേഹമുണ്ടോ ചോദിക്കും. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലല്ലോ, പാർട്ടിയാണ് തീരുമാനിക്കുന്നത് മറുപടി പറഞ്ഞു പോയെങ്കിലും മുഖ്യമന്ത്രിക്ക് ആ നേതാവിലുള്ള വിശ്വാസം. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് VN വാസവൻ നൽകുന്നത്. അതാണ് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പാർലമെന്ററി കാര്യം MP രാജേഷ്, മുൻ സ്പീക്കർ MP രാജേഷ് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് VN വാസവൻ എന്ന നേതാവ്. ശരി അരുൺ, എന്തായാലും അരുൺ തുടരുക. ഇപ്പോൾ OR കേളുവിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഇപ്പോൾ അതെ, പാർട്ടി തീരുമാനം എടുത്തു. സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട്. കുറച്ചുനാട് CPMന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു. അതിന്റെ ഒരു കുറവ് അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ. K. രാധാകൃഷ്ണൻ പകരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണും? അല്ല, നമ്മുടെ കേദാരാകൃഷ്ണനായാലും ബാലേട്ടനായാലും LDFന്റെ ഒരു നയമാണല്ലോ, അല്ലെങ്കിൽ പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് തന്നെ. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിന്റെ കൈകാര്യം ചെയ്യും. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യ മന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. K. രാധാകൃഷ്ണൻ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകുക, അത് പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി, അതായത് നേരത്തെ തുറമുഖം കൂടി കിട്ടിയിരുന്നു, ഇപ്പോൾ ദേവസ്വം അതീവ കരുതലോടെ ഇടപെടേണ്ട ഒരു വകുപ്പ് കൂടി കിട്ടുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? അത് പാർട്ടി സെക്രട്ടറി പറയും, അത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. വരുമ്പോഴൊക്കെ ഒരു വകുപ്പ് അങ്ങേ കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇത്ര പ്രിയത്തിന് കാരണം കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള
ആദ്യമായൊരു പ്രാതിനിധ്യം കിട്ടുകയാണ് പിണറായി മന്ത്രിസഭയിൽ എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു മന്ത്രിയെ CPM തീരുമാനിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ UDF മന്ത്രിസഭയിൽ PK ജയലക്ഷ്മി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയായതാണ്. PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് ആദ്യമായി 2016 OR കേളു നിയമസഭയിൽ എത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട്. തുടർച്ചയായ രണ്ടാം തവണയാണ് OR കേളു MLA ആകുന്നത്. ഇതുകൂടി പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലും CPMന്റെ സംസ്ഥാന സമിതിയിലും അംഗമാണ്. പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. 2 വകുപ്പുകളുടെ മാറ്റമുണ്ട്. ദേവസ്വം വകുപ്പ് VN വാസവനാണ് നൽകുന്നത്. പാർലമെന്ററി കാര്യം MB രാജേഷും നൽകും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് അതാണ് OR കേളുവിന് നൽകുന്നത്. K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ് ഇപ്പോൾ OR കേളുവിനും VN വാസവനും MB രാജേഷിനുമായിട്ട് ഇപ്പോൾ നൽകുന്നത്. OR കേളുവിനെ മന്ത്രിയാക്കിയത് മികച്ച തീരുമാനം ആണെന്നാണ് സ്ഥാനമൊഴിഞ്ഞ ശ്രീ K രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമാണ്. നമ്മുടെ ഇതുവരെ പാർട്ടി നമ്മുടെ ട്രൈബൽ മേഖലയിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കിയിട്ടില്ല. അപ്പോൾ സഖാവ് കേളുവിനെ മന്ത്രിയാക്കുന്നതോടുകൂടി ആ മേഖലയിൽ നിന്നും ഒരു റെപ്രസെന്റേഷൻ നമ്മുടെ മന്ത്രിസഭയിൽ വരണം. എന്തുകൊണ്ടും അത് നല്ല ഒരു തീരുമാനമാണ് പാർട്ടി എടുത്തത്. OR കേളു മന്ത്രിസഭയിലേക്ക് VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ ചില പേരുകൾ കൂടി ഇപ്പോൾ AK ബാലൻ ഔപചാരികമായിട്ട് ഗോവിന്ദ മാഷ് പ്രഖ്യാപിക്കും. ST വിഭാഗത്തിന് ആദ്യ മന്ത്രിയാണ് CPM. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗോവിന്ദ മാഷ് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കും. അതിനേക്കാളും മുമ്പേ ഞാൻ പറയുന്നത് ശരിയല്ല. ഗോവിന്ദ മാഷ് പ്രതികരിച്ചു. പുതിയ മന്ത്രിയൊക്കെ ആയിക്കോട്ടെ നല്ല ഔദ്യോഗികമായ പ്രഖ്യാപനം വരട്ടെ എന്നാണ് AK ബാലൻ പറയുന്നത്. പക്ഷേ കാര്യം സ്ഥിരീകരിച്ച് തന്നെയാണ്. OR കേളുവും ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. OR കേളുവാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. CPM സംസ്ഥാന സമിതിയിൽ ഈ തീരുമാനം വന്നു കഴിഞ്ഞു. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, മറ്റു ചില പേരുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുൻപൊക്കെയാണെങ്കിൽ അപ്രതീക്ഷിതമായ ചില തീരുമാനം മന്ത്രിമാരുടെ കാര്യത്തിൽ വന്നിട്ടുള്ളതാണ്. സച്ചിൻ ദേവിന്റെ കാര്യമൊക്കെ പരിഗണിച്ചിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. മുഹമ്മദ് റിയാസ് സച്ചിൻ ദേവിന്റെ പേര് നിർദ്ദേശിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഒരു തെറ്റിദ്ധരുത്തൽ കൂടിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമാണോ ഇങ്ങനെയൊരു മന്ത്രിസഭയിലേക്ക് ആര് വരണം എന്നുള്ള തീരുമാനം ഈ രീതിയിൽ എടുത്തത്? തീർച്ചയായും അങ്ങനെ തന്നെ കാണണം. കാരണം കൃത്യമായ പരിഗണന നൽകിയത് അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്കും ഒക്കെ പരിഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനം തന്നെയാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. ഈ മാറിയ സാഹചര്യത്തിൽ CPMന് വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഏറ്റ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് പാർട്ടി കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനമല്ലാതെ CPM എടുക്കാൻ കഴിയുമായിരുന്നില്ല. മറ്റ് തീരുമാനങ്ങളൊക്കെയാണ് സ്വാഭാവികമായും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ അത് ഇടവച്ചേനെയാണ്. അവിടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് CPM കടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ കയ്യടി നേടിയെടുക്കാൻ കഴിയുന്ന തീരുമാനമായി കൂടി ഇതിനെ കാണേണ്ടി വരും. അത്തരമൊരു ലക്ഷ്യം കൂടി. കാരണം OR കേളു ST വിഭാഗത്തിലുള്ള ആദ്യ മന്ത്രിയാണ്. CPMന്റെ ഒരു മന്ത്രിസഭയിൽ ആ വിഭാഗത്തിൽ നിന്ന് മന്ത്രി വരുന്നത്. നേരത്തെ PK ജയലക്ഷ്മി 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സംസ്ഥാനത്തെ ആദ്യ ST വിഭാഗത്തിലെ മന്ത്രിയായി മാറിയെങ്കിലും CPM ഇതുവരെയും അത്തരമൊരു പരീക്ഷണത്തിന് അത്തരമൊരു തീരുമാനം തയ്യാറായതിന് ഇപ്പോൾ അത്തരമൊരു തീരുമാനം CPM എടുക്കുകയാണ്. K രാധാകൃഷ്ണൻ എന്ന ഏറ്റവും ജനകീയനായ ഏറ്റവും താഴെക്കടയിൽ നിന്ന് വന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ മാറിയ K രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മന്ത്രിസഭയിലേക്ക് OR കേളുവിനെ പോലെ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി ST വിഭാഗത്തിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അതുതന്നെയാണ് ആ തീരുമാനത്തിന് ഒരുപക്ഷെ സമീപകാലത്ത് CPM വലിയ തിരിച്ചു നേരിടുമ്പോഴും അഭിനന്ദിക്കപ്പെടാൻ പോകുന്ന തീരുമാനമായി ഇത് ഭാവിയിൽ മാറുമെന്ന ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നമ്മോട് പ്രതികരിച്ച രാഷ്ട്രീയ നിരീക്ഷകൻ CPM എല്ലാ തീരുമാനങ്ങളെയും കണ്ണടച്ച് വിമർശിക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹം പോലും അഭിനന്ദിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും CPM അത്തരമൊരു നീക്കം കൂടി ലക്ഷ്യമിട്ടിരിക്കാം. ഇപ്പോഴത്തെ തിരിച്ചടികളിൽ നിന്ന് കരകയറാൻ വഴികൾ തേടുന്ന തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുന്ന CPM സ്വാഭാവികമായും ഈ ഒരു മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കൂടി ഒരു വിമർശനം ഏറ്റെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കണം. അതുകൊണ്ട് കൂടിയാകാം OR കേളു എന്ന സംസ്ഥാന സമിതി അംഗത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ CPM. ശരി, ഒരു കാര്യം കൂടി, CPMന്റെ സംസ്ഥാന സമിതി യോഗം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഗോവിന്ദ മാഷുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുമല്ലോ. ഇതിൽ ഈ മന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമല്ല, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഈ തെറ്റിദ്ധരുത്തലിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? അതോടൊപ്പം തന്നെ എന്താണ് സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകളുടെ ഒരു ചുരുക്കം എന്ന അറിവായിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ സംസ്ഥാന സമിതിയിൽ നിന്ന്? ഇന്നലെ രാത്രി 10:10 CPMന്റെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചത്. അതായത് രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗം രാത്രി 10:10 ഉച്ചയ്ക്ക് ഉച്ചപക്ഷത്തിനായ ഇടവേളയ്ക്ക് പിരിഞ്ഞതല്ലാതെ
തുടർച്ചയായ മണിക്കൂറുകളോളം CPM സംസ്ഥാന സമിതി അടുത്തൊന്നും സംസ്ഥാന സമിതി യോഗം ഈ 10 മണി വരെയൊന്നും പോയി നമ്മൾ കണ്ടിട്ടില്ല. അത്രയധികം ഗൗരവത്തോടെ CPM ഈ 5 ദിവസം 4 ദിവസം സംഘടനാ വിഷയങ്ങൾ തോൽവിയുടെ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം ഗൗരവത്തോടെ അവർ കാര്യങ്ങൾ കണ്ടുവെന്നത് ഉറപ്പാണ്. വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ, ഭരണത്തിനെതിരെ, മന്ത്രിമാർക്കെതിരെ ഈ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി തിരുത്തണമെന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ നിരവധി അംഗങ്ങൾ മുന്നോട്ട് വച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അവഗണിക്കരുത്, കീഴ്ഘടകങ്ങൾ വരുന്ന വിമർശനങ്ങൾ കൂടി നേതൃത്വം പരിഗണിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വന്നു. മൈക്കിന് പോലും മൈക്രോഫോണിനോട് പോലും അസഹിഷ്ണുത കാട്ടുന്ന സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കാനുള്ള തിരുത്തണമെന്ന ആവശ്യം സംസ്ഥാന സമിതി ഉയർന്നു വന്നു. അത്തരത്തിൽ സമീപകാലത്തെ CPMന്റെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതാവിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് സംസ്ഥാന സമിതി ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്. ആ ഒരു ചർച്ചയുടെ രത്നച്ചുരുക്കം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ആ ചർച്ചയിൽ ഉയർന്ന കാര്യങ്ങളാണോ, അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാകാം ഒരുപക്ഷെ CPM ഈ സംഘടനാ പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനം, സമീപനം മെച്ചപ്പെടുത്താനുള്ള തെറ്റുതിരുത്ത രേഖയിൽ കൊണ്ടുവരിക. തെറ്റുതിരുത്ത രേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അംഗീകരിക്കേണ്ടത്. സംസ്ഥാന സമിതി വിശദമായ ചർച്ച നടന്നു. ആ രേഖ ഇന്ന് CPM പുറത്തുവിടുമോ, വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി അക്കാര്യം പറയുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയണം. ഉച്ചയ്ക്ക് 2:30ക്കാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. ഏതായാലും വളരെ നിർണായകമായ, വളരെ പ്രാധാന്യമുള്ള 4 ദിവസം നീണ്ടുനിന്ന നേതൃയോഗങ്ങളാണ് CPM ചേർന്നത്. അതിന്റെ ഒടുവിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി നടത്താൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ കേളുവിനെ മന്ത്രിയാക്കാനും മന്ത്രിസഭയിലെ വകുപ്പ് മാറ്റത്തിനപ്പുറത്തേക്ക് സംഘടനാ വിഷയങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾക്ക് CPM തയ്യാറായി എന്ന് തന്നെയാകും ഈ സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് ഇനി പുറത്തു വരേണ്ട. 2:30ക്കാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടക്കുക. അതിൽ സംസ്ഥാന സമിതിയിലെ തീരുമാനങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ CPIയുടെ ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിൽ വലിയ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും ജില്ലാ കൌൺസിൽ യോഗത്തിൽ അഭിപ്രായമുറന്നു. LDFൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകില്ലെന്നാണ് കൌൺസിൽ യോഗത്തിന്റെ പൊതുവികാരം. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിനാണ് LDFൽ തുടരേണ്ടത് എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധായും CPI ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിലും ഉയർന്നു. മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി വിടണമെന്നും യോഗത്തിൽ ചർച്ചയുണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് LDFന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനമുണ്ടായി. രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനു പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ മൂന്നാർ മേഖലയിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനെ ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നുള്ള DC അംഗവും മുൻ APPയുമായിരുന്ന അംഗത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലും സ്ത്രീ വിഷയത്തിന്റെ പേരിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കെ മുരളീധരനെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഇന്നും ഫലം കണ്ടിട്ടില്ല. അദ്ദേഹം KPCCയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കുന്ന KPCC സമിതിയുടെ ചർച്ചകൾ തുടരുകയാണ്. സമിതി അംഗങ്ങൾ കെ മുരളീധരനെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കണ്ടു. തൃശൂരിലെ തോൽവി വലിയ നഷ്ടമെന്നാണ് കെ മുരളീധരൻ പിന്നീട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, ഞാൻ കമ്മീഷണർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂര് ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എൻ്റെ പിന്തുണയുണ്ടാവും. ആരെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം അതിൻ്റെ ഒരു ആശയവിനിമയം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ ഇത് കെട്ടിവെക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരല്ലേ ഏറ്റവും കൂടുതൽ കഴിവുള്ളവർ. ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇത്ര ലക്ഷം വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ മാന്യന്മാരല്ലേ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ജനങ്ങളെല്ലാം കാര്യങ്ങൾ കണ്ടും പഠിച്ചും വോട്ട് ചെയ്യുന്നവരാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. KC ജോസഫും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. തൃശ്ശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനേറ്റത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കെ മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി
അവിടെ 3ാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതിന്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. പക്ഷേ തൃശ്ശൂരിലെ പരാജയം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് UDF-നുണ്ടായ വലിയ ആഘാതമാണ്. കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശ്ശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അദ്ദേഹം നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ നിന്ന്. അപ്പോൾ ഈ കമ്മീഷനും പറയുന്നത് മറ്റ് ആരുടെയും പേരിലേക്കൊന്നും അല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഈ സമിതി അംഗങ്ങളും കെ മുരളീധരനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ വസ്തുത? അനുനയ നീക്കങ്ങളാണോ ഈ സമിതി നടത്തുന്നത് ഈ തോൽവി പഠിക്കുന്നതിനൊപ്പം? മഞ്ജുഷ്, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു അന്വേഷണ കമ്മീഷൻ പ്രധാനമായും ചോദിച്ചറിഞ്ഞത് തൃശ്ശൂരിലെ യഥാർത്ഥ പരാജയത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് സംഘടനാ തലത്തിലെ വീഴ്ചയാണോ അതോ മറ്റാരുടെയെങ്കിലും ഇടപെടൽ കൊണ്ട് വോട്ട് മറിച്ച് നൽകിയത് കൊണ്ടാണോ ഇത്തരത്തിലൊരു വലിയൊരു ആഘാതത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു തോൽവിയിലേക്ക് പോയത് നടക്കുമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന്, നേരത്തെ KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇത് മറ്റൊരു അനുനയ ശ്രമമായി. അതായത് ഇന്ന് KPCC നേതൃയോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വൈകിട്ട് UDF നേതൃയോഗമുണ്ട്. ഈ 2 യോഗത്തും തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനു മുമ്പ് നേതൃയോഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ കമ്മീഷൻ എത്തി ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഈ വിവരങ്ങളൊക്കെ തന്നെ നേതൃയോഗത്തിൽ അവതരിപ്പിക്കാൻ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമിതി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KC ജോസഫ്, ഒപ്പം തന്നെ T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ, ഈ 3 അംഗ സമിതിയാണ് KPCC നിയോഗിച്ചത്. ഇവരെത്തി കൃത്യമായി ഇത് ചോദിച്ചറിയുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറോളം ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചതിലൂടെ മനസ്സിലാകുന്ന ഒരു അനുനയത്തിനും താൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് തൃശ്ശൂരിൽ സംഭവിച്ചത് സംഭവിച്ചു, പക്ഷേ ആ ഒരു വീഴ്ച അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ UDF-ന് ഭരണം പിടിക്കാനുള്ള അല്ലെങ്കിൽ അത് പറ്റാത്ത സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. തൃശ്ശൂരാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാരണം തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ല, ഈ 2 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിന് 6 നിയോജക മണ്ഡലങ്ങളിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ 5 നിയോജക മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണം. അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറാകണം. അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകരുത്. 2019 വലിയ വിജയം അത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി UDF-ന് ഉണ്ടാക്കി വെക്കിയത് നമ്മൾ കണ്ടതാണ്. അത് അതിന്റെ പാഠം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ പാഠം കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ ആ രീതിയിൽ മാറ്റി പ്രവർത്തിച്ചാൽ പോരാ. വലിയ ഊർജ്ജസ്വലമായി എല്ലാ തലത്തിലും താഴെത്തട്ടിലടക്കമുള്ള സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി നടത്തണമെങ്കിൽ ആ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ KPCC നേതൃയോഗം പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ 2 മണ്ഡലങ്ങൾ, അതായത് ആലത്തൂര്, രണ്ടാമത്തേത് തൃശ്ശൂർ, ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി, അതിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും യോഗത്തിനെത്തിയിട്ടുണ്ട്. കെ മുരളീധരനോടുള്ള പ്രധാനപ്പെട്ട എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യോഗത്തിനായി എത്തിച്ചേരുകയാണ്. വിവരങ്ങൾ നൽകിയത് KPCCയുടെ നേതൃയോഗം. പക്ഷേ അവിടെ കെ മുരളീധരന്റെ സാന്നിധ്യം ഇല്ല. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് UDF പിടിക്കാനാണ് സാധ്യതയേറെയെന്നാണ് വിമത കോൺഗ്രസ് നേതാവായ AV ഗോപിനാഥ് ന്യൂസ് 18നോട് പറഞ്ഞത്. ഗോപിനാഥ് LDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ട്, പക്ഷേ ഇത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ അഭിപ്രായം അവിടെ കോൺഗ്രസ് ശക്തിയോട് തിരിച്ചു വരും എന്നാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് ശക്തമായ വേരോട്ടമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നോട് ചോദിച്ചാലേ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയും. പാർട്ടി എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി പറയും. നെറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. രാജ്യവ്യാപകമായി പ്രക്ഷോഭം തുടങ്ങാൻ പോവുകയാണ് യുവജനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും. ഈ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
നേതാക്കൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം കൂടി പല നേതാക്കളും ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വയം തിരുത്തലിലേക്ക് പോയില്ല എങ്കിൽ പാർട്ടി തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിമർശനം കൂടി ഈ ഒരു സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നൊരു അന്തിമ മാർഗരേഖ, അതായത് തെറ്റുതിരുത്തൽ നടപടികൾ അതിനുവേണ്ടിയുള്ള അന്തിമ മാർഗരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. എന്തായാലും ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയുകയും ചെയ്യും. കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ മുഖ്യമന്ത്രിയും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മറുപടി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും മുൻകാലങ്ങളിൽ നമുക്കറിയാം, സിപിഎമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഏത് നിലപാടെടുക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുകയും ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതായത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ഉരുട്ടുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ജനക്ഷേമ പദ്ധതികൾ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ള ഒരു കാര്യം സർക്കാർ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഫലവത്താകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നു, ഒപ്പം തന്നെ പല വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ അഭിമുഖീകരിച്ച് വ്യക്തമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. അത് ഒക്കെ തിരുത്തി ഇനി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത്. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തെറ്റുതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനാണ് തീരുമാനം. സിപിഎമ്മിന്റെ തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി പകൽ വാർത്ത തുടരുന്നു. ഈ വർഷത്തെ UGCയുടെ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത ചോർന്നിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇന്നലെ വളരെ വൈകി പരീക്ഷ റദ്ദാക്കിയത്. CBI അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പരാതികൾ കിട്ടിയിരുന്നു, ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിലയിരുത്തലുകൾ കൂടി ഉണ്ടായിരുന്നു. അതിനിടെയാണ് നെറ്റ് പരീക്ഷ റദ്ദാക്കിയത്. നീറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയും കേസുകൾ നടക്കുന്നതിനിടയിലുമാണ് ഇത്തരത്തിൽ നെറ്റ് റദ്ദാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് വ്യാപകമായ രീതിയിലുള്ള പരാതികളും പ്രക്ഷോഭങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ഇതിനകം തന്നെ പല സംഘടനകളും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ABVP പോലും ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഏജൻസിയാണെന്ന് ABVP പറഞ്ഞിരിക്കുന്നു. DYFI ആകട്ടെ ദേശവ്യാപകമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നു. വലിയൊരു പ്രശ്നമായി ഇത് മാറുകയാണല്ലോ. CBI അന്വേഷണം കൊണ്ട് തീരുന്നതാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും പുതിയ വിശദീകരണങ്ങൾ നെറ്റിനെ കുറിച്ച് വന്നിട്ടുണ്ടോ കേന്ദ്രത്തിൽ നിന്ന്? അതുപോലെ തന്നെ നീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ട്? ആരെയെങ്കിലും പുതുതായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. അതിനുശേഷം നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ 2 പരീക്ഷകളിൽ, ഈ വർഷം 2024 നീറ്റ് പരീക്ഷയ്ക്കും അതിനുശേഷം ഇപ്പോൾ നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുകൾ ഉയർന്നിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിരവധി പരാതികളാണ് സുപ്രീം കോടതിക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി സംസ്ഥാനങ്ങളിലെ, അതായത് രാജസ്ഥാൻ, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലും ഈ നീറ്റ് ക്രമക്കേട് സംബന്ധിച്ച പരാതികൾ ഉയരുന്നുണ്ട്. അത് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കണം എന്ന അപേക്ഷകളും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നെറ്റ് UGC നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, PhD പ്രവേശനം, JRF തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കുള്ള നെറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായിരിക്കുന്നത്. ആ ക്രമക്കേട് ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ ആ പരീക്ഷ റദ്ദാക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത് പെട്ടെന്ന് തന്നെ ക്രമക്കേട് ആരോപിച്ച് ഇതിന്റെ സുതാര്യതയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഈ നെറ്റ് പരീക്ഷ മാറ്റിയതിനെതിരെ, റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി
പിണറായി വിജയൻ, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നത്. അതിനുശേഷം ഇപ്പോൾ DYFI അതുപോലെ ABVP തുടങ്ങിയ യുവജന പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം നീറ്റ് പരീക്ഷയിൽ ഇന്നും സുപ്രീം കോടതിയിൽ ഹർജികൾ വന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും വന്ന ഒരു ഹർജി എന്ന് പറയുന്നത് ഈ നീറ്റ് പരീക്ഷ, അതായത് UGCക്ക് അതായത് ഈ കൗൺസിലിംഗ്, ഈ നിലവിൽ UGCയുടെ നീറ്റ് പരീക്ഷയിൽ കൗൺസിലിംഗ് നടക്കാൻ ഇരിക്കുകയാണ്. ആ കൗൺസിലിംഗിന് സ്റ്റേ അനുവദിക്കണം എന്ന ആവശ്യമാണ്, ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്നത്. ആ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ വിവിധ ഹൈക്കോടതികളിൽ വന്നിരിക്കുന്ന ഹർജികൾ, ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിൽ വന്നിരിക്കുന്ന ഹർജികൾ, ആ ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നൊരാവശ്യവും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതി ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അത് സുപ്രീം കോടതിയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട, ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികൾ, അതായത് അന്വേഷണം നടക്കുന്നുണ്ട്. ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളിൽ പ്രധാനമായും പറയുന്നത് ഈ നീറ്റ് പരീക്ഷ നടക്കുന്നതിൻ്റെ തലേ ദിവസം അവർക്ക് ഈ ചോദ്യപേപ്പറുകൾ ചോർന്നു കിട്ടി എന്നാണ്. പ്രത്യേകിച്ചും ഈ മെഡിക്കൽ പരീക്ഷ, മെഡിക്കൽ എൻട്രൻസിന്റെ ചോദ്യപേപ്പറുകളാണ് ചോർന്നിരിക്കുന്നത് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായകമായ മൊഴികളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. ശരി സുവി, എന്തായാലും ദേശവ്യാപകമായ പ്രക്ഷോഭം നടക്കുകയാണ്, അതിന്റെ ദൃശ്യങ്ങളും കാണുകയാണ്. നീറ്റിന് പിന്നാലെ ഇപ്പോൾ നെറ്റിന്റെ കാര്യത്തിലും ഇതേ വിഷയം ഉണ്ടായിരിക്കുകയാണ്. നെറ്റ് റദ്ദാക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് UGCക്ക്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇത് പല വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇതിനകം തന്നെ സമരം സംഘടിപ്പിച്ചു തുടങ്ങി. ഇത് ആളിക്കത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങളും വന്നിരിക്കുന്നത്. കാരണം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മേൽ ഇടുത്തി പോലെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ വന്നു വീണിരിക്കുന്നത്. നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത തകർന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് DYFI ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം പറഞ്ഞു. നെറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന. ഏജൻസിയുടെ കെടുകാര്യസ്ഥത കാരണം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാവുകയാണ്. കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെട്ട് സുതാര്യത ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ക്ഷേമ പെൻഷനെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ നിയമസഭയിൽ ഇന്ന് വാക്പോര് നടന്നു. 5 മാസത്തെ കുടിശ്ശികയിൽ 1 ഗഡു ഈ മാസം തന്നെ നൽകുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലെന്ന് പറയുന്നത് കുടിശ്ശിക കൊടുക്കാതിരിക്കാനുള്ള കൗശലമാണെന്ന് VD സതീശനും ആരോപിച്ചു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനിൽ 6 മാസ കുടിശ്ശികയുള്ളത് പാവപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് PC വിഷ്ണുനാഥാണ് സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി തേടിയത്. സർക്കാർ സാധാരണക്കാരെ പരിഗണിക്കുന്നില്ല എന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ഇനിയും സർക്കാർ പാഠം പഠിച്ചിട്ടില്ല. പെൻഷൻ അവകാശമല്ലെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. പൌരന്മാരുടെ ക്ഷേമത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 കൊല്ലമായി. എന്തുകൊണ്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നറിയാൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ദിവസങ്ങൾ നീണ്ട ചർച്ച വേണ്ട, പകരം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയോട് ചോദിച്ചാൽ മതിയെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. സർ, മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവൻ ഇന്നാ പൈസ കിട്ടണം. അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അതുകൊണ്ട് കുലീനരെ, ഉദാത്തരെ, ശുദ്ധമർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക. ക്ഷേമ പെൻഷൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ മന്ത്രി KN ബാലഗോപാലിന്റെ പ്രസ്താവനയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, കേന്ദ്രം പണം നൽകാത്തതാണ് ക്ഷേമ പെൻഷൻ വിതരണം വൈകിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവും വേണ്ട എന്നും ധനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റേത് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ്. എല്ലാം ആർഭാടമെന്ന് പറയുന്നവർ 90 ക്യാബിനറ്റ് പദവിയുള്ളവരെ ഉൾപ്പെടുത്തിയ കരുണാകരൻ മന്ത്രിസഭയുടെ കാലം ഓർക്കണമെന്നും പറഞ്ഞു. എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കപ്പെടുമെന്നും 5 മാസത്തെ കുടിശ്ശികയാണുള്ളതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി പറഞ്ഞു. അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. സർ, 5 മാസത്തെ പെൻഷൻ ദിവസമുണ്ട്.
അതിവിടെ നേരത്തെ പറഞ്ഞാണ് 5 മാസക്കാലത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട്. പക്ഷേ ഈ മാസം തന്നെ ഒരു ഗഡുവും കൂടി കൊടുക്കുകയാണ് സർ. പെൻഷൻ മസ്റ്ററിംഗ് കൂടി നിർബന്ധമാക്കിയതോടുകൂടി കിടപ്പ് രോഗികളായ നിരവധി പേരാണ് ഈ പെൻഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കല്ല ഈ സർക്കാരിന്റെ പരിഗണന. എന്താണ് സർക്കാരിന്റെ പരിഗണന, എന്താണ് സർക്കാരിന്റെ മുൻഗണന എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണനകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കി, ഇതുപോലെ ഞങ്ങളെ പരിഹസിച്ചു. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ 2 പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ? പത്രവാർത്തകൾ ശരിയാണെങ്കിൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല, സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. എല്ലാ വിഭാഗങ്ങളിലെയും ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ 15,000-ൽ-അധികം കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത നിലയാണ് ഇപ്പോൾ. ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവരിഷ്ടപ്പെടുന്ന സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട ബാച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണയുണ്ട്. അധിക സീറ്റല്ല, ബാച്ചാണ് വേണ്ടതെന്ന് ആവശ്യമുന്നയിച്ച് MSF-ഉം KSU-വും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ ഇന്ന് പ്രതിഷേധം നടത്തി. ഓഫീസ് പൂട്ടിയിടാനുള്ള ശ്രമം പോലീസ് തടയുകയായിരുന്നു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. CB അനുമോദിന്റെ +1 സീറ്റ് വിഷയത്തിൽ വലിയ പ്രതിസന്ധിയാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. 3ാം ഘട്ട അലോട്ട്മെന്റ് കൂടി പൂർത്തിയായപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം 32,410 പേർക്കാണ് ഇനിയും പ്രവേശനം ലഭിക്കാനുള്ളത്. ഇനി മാനേജ്മെന്റ്, മെറിറ്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ബാക്കിയുള്ള സീറ്റുകൾ 6,347 മാത്രമാണ്. അതേസമയം അൺഎയ്ഡഡ് സീറ്റുകളുടെ എണ്ണം 10,877. ഇതെല്ലാം തന്നെ കൂട്ടിയാലും ഏകദേശം 15,186 പേർക്ക് +1-ന് സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതിനു പുറമെ ഇനി പോളിടെക്നിക്, അതേപോലെ VHSC തുടങ്ങിയ സീറ്റുകളുടെ എണ്ണം നോക്കിയാലും അത് 4,000-ൽ അധികം മാത്രമാണുള്ളത്. എങ്കിലും 10,000-ലധികം പേർക്ക് നിലവിലെ സാഹചര്യത്തിൽ +1-ന് പഠിക്കുവാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. വലിയ പ്രതിസന്ധിയാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് MSF-ഉം KSU-വും വലിയ പ്രതിഷേധങ്ങൾ മലപ്പുറത്ത് നടത്തുന്നത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് ഇരു പാർട്ടികളുടെയും KSU-ന്റെയും MSF-ന്റെയും പ്രതിഷേധം ഉണ്ടായത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് കടന്ന് ഓഫീസറെ പൂട്ടിയിടാനുള്ള ശ്രമമാണ് MSF പ്രവർത്തകർ ആദ്യം നടത്തിയത്. MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. അവരും മതിൽ ചാടിക്കടന്ന് ഓഫീസ് പൂട്ടിയിടാനുള്ള ശ്രമം നടത്തുന്നതിനിടെ പോലീസ് അവരെ പിടിച്ചുമാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്നാണെങ്കിലും ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത്. മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. അപകടങ്ങൾ വീണ്ടും കൂടുന്നതിൽ ലത്തീൻ സഭ പ്രതിഷേധിച്ചു. സർക്കാരിനെതിരെ ലത്തീൻ സഭ രംഗത്തെത്തിയിട്ടുണ്ട്. കേരള ലാത്തിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ 2 അപകടങ്ങളിലായി മുതലപ്പുഴയിൽ ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറിനാണ് ജീവൻ നഷ്ടമായത്. ആദ്യത്തെ അപകടത്തിലാണ് വിക്ടർ മരിച്ചത്. ഈ വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി കരയ്ക്ക് കയറി. പിന്നീട് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് മാറ്റി. 5:30യോടുകൂടിയായിരുന്നു രണ്ടാമത്തെ അപകടം. ഈ വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി നീന്തിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുതലപ്പുഴയിലേക്ക് എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിനെതിരെയുള്ള ആരോപണങ്ങളും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം ചർച്ച ചെയ്യണമെന്നതായിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാർ 7 ഉറപ്പുകൾ നൽകിയിരുന്നു. ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. കണ്ണു തുറക്കാത്ത കുറെ ഭരണാധികാരികൾ, അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം 2022 ഡിസംബർ മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം സമാപിക്കുമ്പോൾ നമുക്ക് 7 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അത് സുപ്രധാനമായ വാഗ്ദാനം മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പരിഹരിക്കും, അവിടെ ആവശ്യത്തിന്
രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും, വെളിച്ചം ഉണ്ടാകും, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുമെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ലത്തീൻ സഭ വികാരി ജനറൽ യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ നേതൃത്വം വ്യക്തമാക്കി. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 38 ആയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. അതേസമയം സർക്കാരിനെതിരെ AIADMKയും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. കള്ളക്കുറിച്ചിയിലെ കരുണപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചത്. ദുരന്തത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് 900 ലിറ്ററോളം വ്യാജമദ്യം പിടികൂടിയിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചൊവ്വാഴ്ച മുതലാണ് ആളുകൾ ചികിത്സ തേടിയത്. ചികിത്സ തേടിയ പലരുടെയും നില വഷളായതിനെ തുടർന്ന് പുതുച്ചേരിയിലെയും കള്ളക്കുറിച്ചിയിലെയും ആശുപത്രികളിൽ നിന്ന് ജിപ്മറിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു. വയറുവേദനയും കണ്ണെരിച്ചിലും അനുഭവപ്പെട്ടതോടെയാണ് വ്യാജമദ്യമാണ് ഇവർ കഴിച്ചതെന്ന സംശയം ബന്ധുക്കൾ പ്രകടിപ്പിച്ചത്. നിലവിൽ 60-ലധികം പേരാണ് പുതുച്ചേരി, സേലം, വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു. അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും നൽകും. സംഭവത്തിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി നീതിപതി ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. വ്യാജ ചാരായം നിർമ്മിക്കാൻ മെഥനോൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതുൾപ്പെടെ അന്വേഷണം നടത്തും. 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണത്തിന് പോലീസിന്റെ 10 പ്രത്യേക സംഘത്തെയും നിയമിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി. SP-യെ സസ്പെൻഡ് ചെയ്തതായും മുഖ്യമന്ത്രി അറിയിച്ചു. MS പ്രശാന്തിനെ ജില്ലയുടെ പുതിയ കളക്ടറായി നിയമിക്കുകയും ചെയ്തു. ഇതിനിടെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യാജമദ്യമൊഴുക്കുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണ്. സർക്കാരിന്റെ അനാസ്ഥ ആരോപിച്ച് ജൂൺ 22-ന് BJP ധർണ നടത്തുമെന്ന് പാർട്ടി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീർ സന്ദർശിക്കും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ കശ്മീരിലെ പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ദാൽ തടാക തീരത്തെ യോഗ കേന്ദ്രത്തിലെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനഗറിനെ താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഡ്രോണുകളുടെ ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. മഞ്ഞുമ്മൽ ബോയ്സ് കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ നിർമ്മാതാക്കളുടെ അക്കൗണ്ടുകളും പറവ വിതരണ കമ്പനിയുടെ അക്കൗണ്ടുകളും മരവിപ്പിക്കും. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനെയും ഷോൺ ആന്റണിയെയും ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവ ഫിലിംസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ നിയമോപദേശം കിട്ടിയത്. സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രദർശന വിജയം നേടിയ മുഴുവൻ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാനും ED ഒരുങ്ങുന്നുണ്ട്. കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ 2 സിനിമാ നിർമ്മാതാക്കൾ EDക്ക് കൈമാറിയ സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ പരിശോധനയും ഉണ്ടാവും. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വൈദ്യുതി ബന്ധം ബോധപൂർവം തകരാറിലാക്കിയതായി കണ്ടെത്തി. അത്യാഹിത വിഭാഗം, CT സ്കാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റിയത്. രോഗികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി. സ്വകാര്യ ആശുപത്രി ലോബിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ന്യൂസ് 18 അന്വേഷണം. കഴിഞ്ഞ 11-ന് രാത്രി 8 മണിയോടെയാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ CT സ്കാൻ, എക്സ്റേ മെഷീനുകളിലേക്കുള്ള വൈദ്യുത ബന്ധം തകരാറിലായതായി ജീവനക്കാർ കണ്ടെത്തുന്നത്. പവർ സപ്ലൈയിലൂടെ മെഷീനുകളിലേക്ക് കടന്നുവരുന്ന വൈദ്യുതി ഹൈ ലോ വോൾട്ടേജുകളിലായി മാറിമറിഞ്ഞതോടെ സ്കാനിംഗ് യൂണിറ്റിലെ ജീവനക്കാർ വിവരം ആശുപത്രി സൂപ്രണ്ട് സുജ അലോഷ്യസിനെ അറിയിച്ചു. 2 കോടി രൂപയോളം വിലമതിക്കുന്ന ഉപകരണങ്ങൾ തകരാറിലാകുമെന്ന് ഉറപ്പായതോടെ മുറികളിലേക്കുള്ള വൈദ്യുത ബന്ധം പൂർണ്ണമായും ഒഴിവാക്കി. സ്കാനിംഗ് സെന്റർ അടച്ചു. പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിലാണ് സ്കാനിംഗ് മെഷീനുകളിലേക്കുള്ള പവർ സപ്ലൈയുടെ എർത്ത് വയറുകൾ കട്ടിംഗ് പ്ലെയറുകൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതായി കണ്ടെത്തിയത്. ആശുപത്രിയുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അവിടെ 2 അൾട്രാ സൗണ്ട് സ്കാനിംഗ് മെഷീനുണ്ട്, ഒരു CT സ്കാൻ മെഷീനുണ്ട്, 1-2 ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റുണ്ട്. ഇതൊക്കെ വളരെ തുച്ഛമായ ചാർജിനാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ BPLക്കാർക്ക് ചാർജ് ഇല്ലാതെയാണ് ഈ സൗകര്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് മനഃപൂർവ്വമായിട്ട് മിക്കവാറും തകരാറിലാക്കുന്ന ഒരു സ്ഥലമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്.
അത് മുൻകാലങ്ങളിൽ എക്സ്റേ എടുക്കുന്ന ഫിലിമില്ല. നമ്മൾ മൊബൈൽ കൊണ്ടുവന്ന മൊബൈലിലോട്ട് എക്സ്റേ അയച്ചു തരുന്നൊരു സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയെ തകർക്കാനായിട്ട് ആശുപത്രിയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരു ലോബിയിങ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് ചേർത്തല ഡിവൈഎസ്പിക്ക് പരാതി നൽകി. സമാനമായ രീതിയിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ വൈദ്യുതി ബന്ധവും മെയ് 5-ന് തകരാറിലാക്കിയിരുന്നതായി പരാതിയിലുണ്ട്. രോഗികളുടെ ജീവനടക്കം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് സുജ അലോഷ്യസ് പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭ്യമായി. മെയ് 14-ന് നൽകിയ പരാതിയിൽ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ മുറിച്ചു കളഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം നൽകുന്നു. എന്നാൽ പോലീസ് അന്വേഷണം കാര്യമായി ഉണ്ടായില്ലെന്ന് മാത്രമല്ല 11-ന് വീണ്ടും സമാനമായ സംഭവം ആവർത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ഡിവൈഎസ്പിക്ക് വീണ്ടും പരാതി നൽകിയത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ജീവനക്കാരെ തന്നെ ഒത്താശയോടെയാണ് രോഗികളുടെ ജീവനടക്കം പ്രശ്നം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളതായാണ് വിലയിരുത്തൽ. തൊട്ടടുത്തുള്ള 2 സ്വകാര്യ ആശുപത്രികളെയും സ്കാനിംഗ് സെന്ററുകളെയും സഹായിക്കാനാണ് നീക്കമെന്ന ആരോപണം ശക്തമാണ്. വിശ്വസിച്ചെത്തുന്ന രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന അത്യന്തം ഗൌരവകരമായ കുറ്റമാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ഇതിനു പിന്നിൽ ആശുപത്രി ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയുള്ള സ്വകാര്യ സ്കാനിംഗ് സെന്റർ ലോബിയാണെന്നാണ് ആരോപണം ഉയർന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എറണാകുളം കളമശ്ശേരിയിൽ കാർബോണ്ടം കമ്പനിയിലെ പൊട്ടിത്തെറിയിൽ പരിഭ്രാന്തരായ നാട്ടുകാർ. ഇന്നലെ പുലർച്ചെ ഉണ്ടായ സ്ഫോടനത്തിൽ 50-ലധികം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കമ്പനി ഒരു നടപടിയും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കളമശ്ശേരി കാർബറാണ്ടം കമ്പനിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ട് നാട്ടുകാർ പരിഭ്രാന്തരാകുകയും എല്ലാം തന്നെ ചെയ്തത്. ഇവിടേക്ക് എത്തുമ്പോൾ ഈ പരിസരത്ത് നേരത്തെ തന്നെയും ആളുകളുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ റോഡിലെ ഈ മണ്ണിടിച്ചിലാണ്. ഇവരുടെ കാർബറാണ്ടത്തിന്റെ ഒരു കോമ്പൗണ്ട്, അതിന്റെ ഒരു മതിൽ അവസാനിക്കുന്ന ഇടമാണ്. വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലടക്കം ഉണ്ട്. അത് നാട്ടുകാർ കഴിഞ്ഞ കുറെ നാളുകളായി അവരോട് പറയുകയും ഇത് വളരെ പെട്ടെന്ന് ഇത് അപകട ഭീതി ഒഴിവാക്കണമെന്നെല്ലാം അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. അതിനിടയിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ സ്ഫോടന ശബ്ദം കേൾക്കുകയും വലിയ രീതിയിൽ അവർക്ക് പരിഭ്രാന്തരാകുകയും എല്ലാം തന്നെ ചെയ്തത്. ഈ വീടിന്റെ ഭിത്തിയിലെല്ലാം ഇടിഞ്ഞിരിക്കുന്ന ചിന്നലുകൾ വീണതിന് വിള്ളലുകൾ വീണ ഒരു സ്ഥിതിയാണുള്ളത്. പല വീടുകൾ ഈ പ്രദേശത്തുള്ള ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധിയായ വീടുകൾക്ക് ഈ രീതിയിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 ഈ ശബ്ദം വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ പല വീടുകൾക്കും ഈ രീതിയിലുള്ള വിള്ളലുകളടക്കം കാണപ്പെട്ടു എന്ന് പറയുന്നു. എത്ര മണിക്കായിരുന്നു ഇത് ഉണ്ടാവുന്നത്? പുലർച്ചെ ഒരു 3:45 ഈ സൗണ്ട് കേട്ട് ഞങ്ങള് അകത്ത് ഇതേമാതിരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോഴത്തേക്കും ആൾക്കാർ മുഴുവനും ഓടി പുറത്തിറങ്ങി. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. വീട് ആകെ കിടന്ന് കിടുങ്ങണായിരുന്നു. ഈ ജനലും വാതിലൊക്കെ അടക്കണ മാതിരി. അങ്ങനെ ഓടി പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് 2 പേരും വണ്ടി എടുത്ത് വേഗം കമ്പനി ചെന്ന് സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഓഫീസിൽ ആളില്ല, എല്ലാരും പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവരിങ്ങോട്ട് പോരുകയും ചെയ്ത്. അതിൽ പോയ ഒരാളിതേ ഇവിടെ ഉണ്ട്. പിന്നീട് ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും പേടിച്ചിങ്ങനെ റോഡിൽ തന്നെ നിൽക്കായിരുന്നു. പിന്നെ വെളുപ്പായപ്പോഴാണ് എല്ലാരും അകത്തോട്ട് കയറിയത്. ഇത് ഈ പുകയുടെ ശല്യം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് ഈ മതിൽ ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും 2 വർഷമായിട്ട് ഇവരോട് പറയുവാണ് ഈ ഫ്രണ്ടിലത്തെ മതിലൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെയും അവര് വന്ന് നോക്കി, കുറച്ചുപേര് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്ന് നോക്കി പോണതല്ലാതെ ഒരു നടപടി അതിന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. അത് പിള്ളേര് മക്കള് വെളുപ്പിനും ഒക്കെ മദ്രസയിലും ഒക്കെ പോണേ. ഇപ്പൊ നല്ല മഴയും തുടർച്ചയായി പെയ്യുന്ന സമയമാണ്. അപ്പൊ അത് കുഞ്ഞു മക്കള് വരെയും റോഡിന്റെ അരികിൽ കൂടി ഇങ്ങനെ ഈ അറ്റത്ത് നിന്ന് അറ്റം വരെ മതിൽ ഇടിഞ്ഞിരിക്കുക. വേറെ വീടുകളൊക്കെ ഈ രീതിയിൽ ഒരുപാട് വീടുകൾ ഇപ്പൊ ഇതിന്റെ കാർമാടത്തിന്റെ മുട്ടാറിലേക്ക് പോകുന്ന ഭാഗത്താണെങ്കിലും അവിടെയും ഒരുപാട് വീടുകൾക്ക് ഇതേപോലെ വിള്ളലും ജനലൊക്കെ ഇളക്കിയെടുക്കുന്ന പോലെയുള്ള ഇതാണ്. മൊത്തം എല്ലാ വീടുകൾക്കും പരിക്കുണ്ട്. ആരെങ്കിലും അന്വേഷിക്കാനോ എന്തെങ്കിലും വന്നിരുന്നോ? ഇന്നലെ ഒരു 3 വീടം കണ്ട ആ ഭാഗത്ത് കയറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് 2 പേരും 3 വീട് കയറി അന്വേഷിച്ചിട്ട് പോയി. പക്ഷെ ഈ പരിസരത്തൊന്നും ആരും വന്നിട്ടില്ല. കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുവരെ വന്നിട്ടില്ല. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്.
ഇതേപോലെ തന്നെ ചിന്നലുകൾ പല വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവര് അന്ന് എല്ലാവരും സോപ്പിടാൻ വേണ്ടി 2000 രൂപ 5000 രൂപയൊക്കെ നഷ്ടപരിഹാരം നിലയിൽ കൊടുത്ത് ഒഴിവാക്കി. പക്ഷെ ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. ഒരു അധികാരികളും ഒരു രാഷ്ട്രീയക്കാരും ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പല വീടുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഈ രീതിയിൽ വീടുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്ന രീതിയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കാര്യമായൊരു ഇടപെടൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത് മാത്രവുമല്ല, ഈ വിഷയത്തിലേക്ക് നഗരസഭയടക്കം കാര്യമായൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്ന പൊതുപരാതിയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വഴിയിലെ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അതിലെല്ലാം വലിയ അപകടങ്ങളിലേക്ക് എത്തും മുമ്പ് ഈ വിഷയങ്ങൾക്കെല്ലാം കമ്പനി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.